അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രിയമുള്ള നമ്മുടെ മദ്രസ വിഭാഗത്തിൻ്റെ സെക്രട്ടറി അസ്ലം നരക്കോട്, അബ്ദുൽ അസീസ് നരക്കോട്, PTA പ്രസിഡൻറ്റ് നമ്മുടെ സിറാജ് കാലടി, മറ്റ് ഭാരവാഹികളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇതൊരു വലിയ അവസരമാണ് എനിക്ക് വ്യക്തിപരമായി. കാരണം ഞാൻ സ്ഥിരമായി ഇപ്പോൾ കുവൈത്തിലില്ല, ഇടയ്ക്കൊന്ന് വരും. 1-2 മാക്സിമം 3 തവണ ഒരു കൊല്ലത്തിൽ വരാറുണ്ട്. അപ്പം അതിൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലുള്ള വരവ് സന്തോഷമാണ്. എല്ലാവരെയും ഒന്ന് കാണാനും പരിചയം പുതുക്കാനും സാധിക്കും. ഈ ഫഹായിൽ മേഖല നമ്മുടെ വളരെ പഴക്കം ചെന്ന ഒരു തട്ടകമാണ്. ധാരാളം ക്ലാസ്സുകളും പരിപാടികളും ഈദ്ഗാഹും സ്ക്വാഡ് പ്രവർത്തനങ്ങളും ഒക്കെയായി വളരെ ആക്റ്റീവായ ഒരു പ്രദേശമാണ്. മുമ്പേ തന്നെ ഇസ്ലാഹി മാപ്പിൽ ഫഹായിലിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. നമുക്ക് ഫഹായിൽ കേന്ദ്രീകരിച്ച് ഒരു ജുമാ ഇല്ല എന്ന ഒരു പോരായ്മ, അത് വളരെ വലിയൊരു പോരായ്മ തന്നെയാണ്. ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും അതിൻ്റെ ശ്രമത്തിലാണ്. അള്ളാഹു അത് സാക്ഷാത്കരിക്കാൻ എല്ലാ തൗഫീക്കും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മദ്രസ അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവരെയും നിങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞു. നമുക്കുള്ള എല്ലാ മദ്രസകളുടെയും സ്ട്രെങ്ത്ത് നോക്കിയാൽ ഫഹായിൽ മദ്രസയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. മാത്രമല്ല ക്രയശേഷിയിലും മറ്റ് കഴിവുകളിലുമൊക്കെ വളരെയധികം സമർത്ഥന്മാരായ കുട്ടികൾ ഈ മദ്രസയിൽ പഠിക്കുന്നു. അത് വെറുതെ ഉണ്ടാകുന്നതല്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇവിടെയുള്ള ആ മദ്രസ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളും അധ്യാപകരും കഠിനമായ പ്രയത്നം നടത്തിയിട്ടാണ് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് തുടരണം. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി നിങ്ങളുടെ ആ യജ്ഞം തുടരണം. കാരണം നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാർത്തയല്ലാതായ വാർത്തകളുണ്ട്. ഈ കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ എന്തൊരുവിധ ദുരന്തങ്ങളാണ് സംഭവിച്ചത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരുത്തൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടു, വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിട്ട് അവസാനം അവൻ വല്ലിപ്പയെ കൊന്നു, വല്ലിമ്മയെ കൊന്നു, എളാപ്പയെ കൊന്നു, ഇളയമ്മയെ കൊന്നു, ഉമ്മയെ കുറുജീവനാക്കി എന്നാണ് നമ്മുടെ നാടൻ ഉമ്മമാർ പറഞ്ഞാൽ. കുറുജീവനാക്കി അഥവാ മരിച്ചു എന്ന് അവൻ വിചാരിച്ചു, പക്ഷെ മരിക്കാതെ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം അനുജനെ, കൂടെ ജീവിച്ചിരുന്ന അനുജനെ അടിച്ചു കൊന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. സ്വന്തം മാതാവിനെ ആക്രമിച്ചു കൊന്ന മറ്റൊരു വാർത്ത അതിന് കുറച്ച് മുമ്പ് കേട്ടിരുന്നു. കുട്ടികളെല്ലാം വേറെ ഏതൊരു ലോകത്താണ്. ഇവിടെ പോലീസുകാരുടെ പല ക്ലിപ്പുകളും ഇങ്ങനെ വീഡിയോയിൽ വരാറുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അവർ വളരെയധികം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 12-ൻ്റെയും 18-20 വയസ്സിൻ്റെയും ഇടയ്ക്കുള്ള കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷിതാക്കളെ നിങ്ങൾ നോക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല പോലീസുകാർ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് നമ്മോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫസാദിൽ നിന്നും
പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നമ്മുടെ മദ്രസ. ആ മദ്രസയുടെ ചുമരുകൾക്കുള്ളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം, മരിച്ചു ചെന്നാൽ വിചാരണ നടക്കുന്ന ഒരു പരലോകമുണ്ടെന്ന വിശ്വാസം, സത്യവും നീതിയും ന്യായവുമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ, കൊള്ളരുതായ്മ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല, അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് എൻ്റെ ഉമ്മയോടും എൻ്റെ വാപ്പയോടുമാണ്. അതിൽ ഉമ്മയോടാണ് ഏറ്റവും പ്രധാനം, അതുപോലെ തന്നെ പിതാവിനോടും. അതുകൊണ്ട് ഞാൻ അവരെ അനുസരിക്കണം, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, അവർക്ക് കൺകുളിർമയുള്ള മക്കളായി ജീവിക്കണം. ഇതിനാവശ്യമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ മദ്രസയിൽ നിന്ന് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇവിടെയുള്ള ഇന്ത്യൻ സ്കൂളുകളിൽ നിങ്ങൾ കുട്ടികളെ അയച്ച് അവർക്ക് കിട്ടുന്ന ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്. മാഷാ അല്ലാഹ്, അവർക്ക് ഉയർന്നു പഠിക്കാൻ ആവശ്യമായ പല കാര്യങ്ങളും അവിടുന്ന് കിട്ടും. എന്നാൽ അതിനേക്കാൾ പ്രധാനം, ആ വിദ്യാഭ്യാസത്തേക്കാൾ പ്രധാനമാണ് ഇസ്ലാഹി മദ്രസകളിൽ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസം. കാരണം അതാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള എനർജി. ഏതൊരു സമൂഹത്തിലും ചെന്നാലും മാന്യമായി പെരുമാറാനും അന്തസ്സായി അവർക്കിടയിൽ ഇടപഴകാനും നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനും അവർക്കൊരു ബേസ് ഉണ്ടാകുന്നത്, അവർക്ക് അവിടെ ഒരു നല്ല കാഴ്ചപ്പാടുകൾക്ക് അടിത്തറമാകുന്നത് ഈ മദ്രസയിൽ നിന്നാണ്. അതുകൊണ്ട് ആ മദ്രസ വിദ്യാഭ്യാസം നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ ഈ പരിസരത്തൊക്കെയുള്ള എല്ലാ കുടുംബങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല നിലയ്ക്ക് മദ്രസ പ്രസ്ഥാനവുമായി സഹകരിക്കുന്നത് ശരിയാണ്. അതിനൊക്കെ ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. സഹോദരന്മാരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ദീനീ സംരംഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് രക്ഷിതാക്കളായ ആളുകൾ, മുതിർന്ന ആളുകൾ, അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തണം. കാരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന കുട്ടികൾക്ക്, അതായത് മദ്രസ പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്നും ഓൺലൈനിൽ വളരെ പ്രഗത്ഭനായ ഒരു നാട്ടിൽ നിന്നുള്ളൊരു വ്യക്തി ഓൺലൈനിൽ നല്ല ക്ലാസ് എടുത്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയൊരു ക്ലാസ് സംഘടിപ്പിച്ചു. 10-35ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തു എന്നറിഞ്ഞു. സന്തോഷം, അൽഹംദുലില്ലാ. എന്നാൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലാണുള്ളത്. അത്തരം ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ അവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുന്നുണ്ട്. ബാങ്ക് കേട്ടാൽ മറ്റ് കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് അവർ ജമാഅത്തിന് പോകുന്നുണ്ട്. ജമാഅത്ത് കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ, അത് പള്ളിയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. സഹോദരന്മാരെ, ഓരോരുത്തരും പരിശോധിക്കുക, എവിടെ എത്തി ഖുർആൻ ഓതിയിട്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ, അതാണല്ലോ ഖുർആൻ. അതിൽ എത്ര നമ്മൾ ഓതി, എവിടെ എത്തി? ഏകദേശം 14ാമത്തെ നോമ്പാണ് ഇന്ന്. എവിടെയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ട് എത്തിയത്? അത് എന്താണ് അതിൻ്റെ പുണ്യം? നമുക്കറിയാം. വായിച്ചാൽ, വെറുതെ വായിച്ചാൽ ധാരാളം കൂലി കിട്ടുന്ന ഒന്നാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ധാരാളം പാരായണം ചെയ്യണം. അതിനായി ഒരുങ്ങി ഇരുന്നാൽ മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കണം. ഖുർആനുമായി ബന്ധമുള്ള കുട്ടികൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, നല്ല ഓർമ്മശക്തി ഉണ്ടാകും. അതുപോലെ തന്നെ അവനെ എളുപ്പത്തിലൊന്നും ഒരു പിശാചി പിടികൂടുകയില്ല. എത്രയോ കണ്ടില്ല നിങ്ങൾ, ഹാഫിദീങ്ങളായ കുട്ടികൾ വളരെ നല്ല രൂപത്തിൽ പഠിച്ച് വളർന്ന് അവർ ഉയർന്ന നിലക്കെത്തിയിട്ടും അവർ ആ ഹിഫ്ള് കാത്തു സൂക്ഷിച്ച് അങ്ങനെ ആ ഖുർആൻ്റെ മഹിമ കാത്തു സൂക്ഷിക്കുന്നത്, അതിനൊക്കെ പ്രധാനമായ ഒരു ഉത്തരവാദിത്വം അവിടെ രക്ഷിതാക്കൾ കാണിക്കുന്നു എന്നതുകൊണ്ടാണ്. എന്നാലും അത് വലിയ ഗുണകരമായ കാര്യമാണ്. ഈ നിലക്ക് എല്ലാ നിലക്കും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ബഹുമാനവും വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബനി ഇസ്രായിൽ അത് പറഞ്ഞത്, ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അവർക്ക് പുണ്യം ചെയ്യണം. അവരേതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ നിൻ്റെ അടുക്കൽ
കുറച്ച് മുതിർന്ന പ്രായത്തിലെത്തിച്ചേർന്നാൽ, പിന്നെ മറ്റുള്ള പരസഹായം ആവശ്യമായ ഒരു അവസ്ഥയിലെത്തിയാൽ അവരെ നീ വിരട്ടിക്കളയരുത്. അതുപോലെ തന്നെ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. അവർക്ക് കാരുണ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നീ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരാൾ മരിച്ചാൽ മരണപ്പെട്ടിട്ടും അയാൾക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. മരണപ്പെട്ടതോടുകൂടി അത് അവസാനിക്കുന്നില്ല. അവർ ചെയ്തതിൻ്റെ പുണ്യം പിന്നീടും അവർക്ക് പരലോകത്ത് അവരുടെ ഖബറിലും അതുപോലെ തന്നെ പരലോകത്തും അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒന്ന് സദഖത്തുൻ ജാരിയ, എന്നെന്നും ഫലം മറ്റുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇയാളുടെ ഒരു സദക്ക. മദ്രസ എടുക്കൽ, പള്ളി എടുക്കൽ, ഒരു കിണർ കുഴിച്ചു കൊടുക്കൽ, അതുപോലെ തന്നെ പള്ളിയിൽ ജനങ്ങൾക്ക് ഓതാൻ വേണ്ടി കുറേ മുസാഫ് വാങ്ങി വെക്കൽ, അതുപോലെ ഒരുപാട് അങ്ങനെ സദക്ക ജാരിയ ഉണ്ട്. അതെല്ലാം അതിൽ എന്തെങ്കിലും ഒരു പങ്കാളിത്തമോ അങ്ങനെ ഒരു കാര്യത്തിന് സംരംഭം മുന്നിട്ടിറങ്ങലോ അത് സംഘടിപ്പിക്കലോ ചെയ്താൽ അത് എന്നെന്നും കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അയാൾ മരിച്ചാലും ആ പ്രതിഫലം ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമുൻ യുന്തഫഉ ബിഹി, അയാൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത അറിവ്, അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയ അയാൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച പുസ്തകങ്ങൾ, ഏതൊക്കെ രീതിയിലാണോ ആളുകൾക്ക് അറിവുണ്ടാക്കാൻ അയാൾ പരിശ്രമിച്ചത് അതിൻ്റെയൊക്കെ ഒരു കൂലി അയാൾ മരണപ്പെട്ടാലും അയാളുടെ ഖബറിൽ പരലോകത്ത് അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, തുറന്നുകൊണ്ടേയിരിക്കും. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ ആനുകാലികമായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തരായ മക്കൾ ഉണ്ട് എന്ന കാര്യം. ആ മക്കളുടെ പ്രാർത്ഥന, മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ആ പ്രാർത്ഥന അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ കുട്ടികളോട് ആവശ്യപ്പെടണം, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം, അവരെ ഓർമ്മപ്പെടുത്തണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരിക്കലും നമ്മൾ മുതിർന്ന ആളുകൾ വരെ അത് മറക്കാൻ പാടില്ല. കാരണം അവരാണ് നമ്മെ പോറ്റി വളർത്തി ഈ രൂപത്തിലെത്തിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ അവർ ജീവിച്ചിരിപ്പില്ല, അവർ പലരും മരണപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് അവർക്ക് വലിയ ഗുണങ്ങളാണ് കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ പടച്ചോൻ പറഞ്ഞതാണ്, നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നത് പടച്ചോൻ്റെ കൽപ്പനയാണ്. ആ പടച്ചോൻ്റെ കൽപ്പന പാലിച്ചാൽ തീർച്ചയായും അള്ളാഹു അവൻ്റെ കൽപ്പന പാലിച്ചതിൻ്റെ കൂലി നമുക്ക് തരും. നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കും. ഈ കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ ആരാധനകളും നമ്മുടെ ഈ സാമൂഹികമായ സേവന പ്രവർത്തനങ്ങളുമൊക്കെ അവൻ്റെ ഭാഗത്തുള്ള ഒരു സാലിഹ അമലായി അവൻ സ്വീകരിച്ച് നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.